സംസ്ഥാനത്ത് പട്ടയങ്ങൾ ലഭ്യമാകുന്നതിൽ അതിവേഗത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ പട്ടയ അസംബ്ലി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിലും ഉന്നയിക്കപ്പെട്ട പട്ടയ സംബന്ധമായ വിഷയങ്ങളാണ് മുൻഗണനാക്രമത്തിൽ തീർപ്പാക്കുന്നത്. ജില്ലയിലെ കടലോരവാസികളുടെ പട്ടയങ്ങൾ നൽകാനായി 500-ലധികം പേർക്കാണ് നടപടി സഹായകമായത്. പട്ടയം കിട്ടിയവരുടെ ഭൂമിയിൽ വീടുകൾ ഉയരുകയാണ്. അംഗനവാടികൾക്ക് പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കണ്ടെത്തുകയാണ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ഭൂമി കിട്ടാൻ പലയിടത്തും പ്രയാസമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സുമനസ്സുകളുടെ ഉദാര സമീപനം ഭൂമിയുടെ ലഭ്യതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നുവെന്നതാണ് പ്രധാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂസംബന്ധമായ ആവശ്യങ്ങളും പരിഹരിച്ചു വരികയാണ്. നിയമപരമായി സാധ്യതയുള്ള പട്ടയങ്ങൾ പരമാവധി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല പിന്തുണയും സമയബന്ധിതമായി തുടർ നടപടികളും ഉണ്ടാകണമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവിടുത്തെ നടപടികളും പഞ്ചായത്ത് മെമ്പർമാരും അവരുടെ വാർഡുകളിലെ പ്രസിഡന്റുമാരും അവരുടെ പഞ്ചായത്തിലെ വാർഡുകളിൽ വാർഡിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് നടപടികളും. അതിലാണ് നമ്മുടെ അടുത്തേക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള പകുതിയിലധികം കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് MCF സ്ഥലം വേണം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമായിട്ട്, അത് അവിടെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, വലിയ പഞ്ചായത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. മറ്റു പഞ്ചായത്തിലും ഇതുപോലെ അനുവദിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടത്. ഇപ്പൊ അംഗൻവാടിക്ക് സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 500 പേർക്ക് പട്ടയം കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞില്ലാത്ത വാസ്തവത്തിൽ നവകേരള സദസ്സിന്റെ സമയത്ത് ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ കൂടി ആ കടത്തീരത്ത് സന്ദർശിക്കാൻ പോയപ്പോഴും അതിനു മുമ്പത്തെ കാലത്തിൽ ഈ പ്രശ്നം 500 ചില്ലാനം ആളുകൾ ജില്ലാ കളക്ടർ N. ദേവിദാസ്, നഗരസഭാ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ പഞ്ചായത്ത് 2024 10-ാം മാസം ഒക്ടോബറിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇത്തവണ പെട്ടെന്ന് തുടർന്നാണ്, അതുകൊണ്ട് മാർച്ചിലാണ്. ബാക്കിയെല്ലാ മണ്ഡലങ്ങളുടെയും പട്ടയ അസംബ്ലി കയറും. സാറിന് തിരക്കുകാരും ഇത് ബഡ്ജറ്റിൻ്റെ ഒക്കെ തിരക്കുകാരുമാണ് നമുക്കത് കൂടാൻ സാധിക്കാറില്ല. അത് മാത്രമല്ല, കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ പട്ടയ വിഷയം അധികം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതെല്ലാം ഇവിടെ തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ നമുക്ക് സഹായമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ജനകീയമായിട്ട് പരിഗണിക്കപ്പെടുന്ന പട്ടയ വിഷയങ്ങൾ വ്യത്യാസം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.